ഹായ് നമസ്തേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വിൻചേത. ക്രിപ്റ്റോ മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിൽ ബിറ്റ്കോയിൻ്റെ ചാർട്ട് കൂടാതെ 3 എക്സ്ട്രാ ക്രിപ്റ്റോയുടെ പേരും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ എത്തീരിയം ഉണ്ട്, ഡാഷ് ഉണ്ട്, ഡോട്ട് ഉണ്ട്, അതേപോലെ ബിറ്റ്കോയിൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 4 പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ താഴെ ഞാനിവിടെ 4 ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് എത്തീരിയത്തിൻ്റെ ചാർട്ടിലൂടെ ഞാൻ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ഈ ക്രിപ്റ്റോ കറൻസിയിൽ മാത്രമല്ല നമുക്ക് NSE ക്യാഷ്, ഫ്യൂച്ചർ ഓപ്ഷൻസ്, കമ്മോഡിറ്റി, അഗ്രി അങ്ങനെ കംപ്ലീറ്റ് മാർക്കറ്റിൽ സപ്പോർട്ടഡ് ആണ്. അപ്പം വർക്ക് ചെയ്യുന്ന മെത്തേഡ് എല്ലാം സെയിം ആണ്. അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യുന്നത് പറഞ്ഞു തരാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ക്രിപ്റ്റോയിൽ നമുക്ക് എടുക്കേണ്ട 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണ്. 5 സ്കാൽപ്പിംഗ് ആണ് എടുക്കാം, പക്ഷേ 5നേക്കാളും കൂടുതൽ 15 തൊട്ടാണ് നമുക്ക് ആക്ച്വലി എടുക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് സിമ്പിളാണ് യൂസ് ചെയ്യാൻ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എഥീരിയത്തിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബൈസിക്കിൾ സോഫ്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് എൻട്രി പോയിന്റും ടാർഗറ്റും താഴെ കൊടുക്കുന്നു. 3 ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽ കൺഫേം ആയിരുന്നു, നമുക്ക് മാർക്കറ്റ് കുറച്ച് കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ റിവേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ പോയിന്റ് മാർക്കറ്റ് കയറി കഴിഞ്ഞിട്ട് തിരിച്ച് റിവേഴ്സ് അടിക്കാനായിട്ട് നമുക്കിവിടെ സോഫ്റ്റ് സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പം എക്സിറ്റ് ചെയ്യാനായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കേണ്ട സിമ്പിളാണ്. അപ്പോൾ ഒരു സെല്ലാണെങ്കിൽ ഒരു ബൈ ആണെങ്കിൽ സോഫ്റ്റ്വെയർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അലേർട്ട് മെസ്സേജ് കാണിച്ചു തരും. അതോടൊപ്പം ഡീറ്റെയിൽസ് മുകളിലും താഴെ ഉണ്ടാവും. അപ്പോൾ ഇതിനകത്ത് ബൈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ സിഗ്നൽ കൺഫേം ആണോ നോക്കുക. ക്യാൻഡിൽ കളറും കൺഫർമേഷൻ ബാറും പ്രൈസ് ആൻഡ് ബൈസും ആണ്. ഇത് 3 നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാം. എടുത്തിട്ടും റിവേഴ്സ് പോവുകയാണെങ്കിൽ നമുക്ക് ട്രെൻഡ് ലൈൻ മാർക്കറ്റിനെ ഡാപ്പ് ഡൗൺ സൂചിപ്പിക്കുന്നുണ്ട്. ആ റിവേഴ്സിലേക്ക് കൺവേർട്ട് ആവും നോക്കട്ടെ, എക്സ്ട്രാ കളർ മാറും. അപ്പോൾ അതിൽ എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴത്തെ കൺഫർമേഷൻ ബാർ ചേഞ്ച് ആവുന്നതിന് ഹോൾഡ് ചെയ്യാം. അപ്പോൾ ഇതിനു മുമ്പ് വന്ന സെല്ല് നല്ലൊരു ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിയത്. അപ്പോൾ ഇവിടെ നിന്നാണ് കൺഫേം തന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചേ കയറിയിട്ടുള്ളൂ, തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് മാത്രമല്ല, ഇപ്പം വേറെ DOT USDയുടെ നമുക്ക് ഡോട്ടിന് നോക്കുകയാണെങ്കിൽ ഇന്നും സൈഡ് വേസ് ആണ്. ഇതിന് മോർണിംഗിൽ സെല്ല് വന്ന സൈഡ് വേസ് ആണ്, ബൈയിലേക്ക് കൺവേർട്ട് ആവുന്നുമില്ല. അപ്പോൾ ഒരു പ്രോപ്പറായിട്ടൊരു നല്ല എൻട്രി കിട്ടിയിട്ടില്ല. അപ്പോൾ ചെറിയ സ്കാൽപ്പിംഗ് നമുക്ക് അവിടെ ട്രേഡ് കിട്ടിയിട്ടുണ്ട് ഡൗണ്, പക്ഷേ ഒരുപാട് നമുക്ക് ട്രേഡ് അവിടെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിൽ നമുക്ക് ചെറിയ ട്രേഡുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് സ്കാൽപ്പിങ്ങിൽ 5 മിനിറ്റ്സ് വെച്ച് നമുക്ക് നോക്കാവുന്നതാണ്. പക്ഷേ സ്കാൽപ്പിംഗ് റിസ്ക്കിയാണ്. അതേപോലെ തന്നെ നമുക്ക് ഡാഷിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് സെല്ലില്ല, ബൈ ട്രേഡാണ്. ബൈ സിഗ്നൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ തൊട്ട് ബൈ തന്നെയാണ് കണ്ടിന്യൂവേഷൻ പോകുന്നത്. ബൈ ട്രേഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊരു സെല്ല് വന്നിരുന്നെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ കൺഫർമേഷൻ തന്നിരുന്നില്ല. അപ്പോൾ ബൈ തന്നെയാണ് പോയത്. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ഒരു ട്രേഡ് പോയിട്ടുണ്ട്, പിന്നെ ഇടയ്ക്ക് മാർക്കറ്റ് തിരിച്ചിറങ്ങി പിന്നെയും പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് പിന്നെയും തിരിച്ച് കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. താഴെ നോക്കുകയാണെങ്കിൽ കൺഫർമേഷൻ ബാർ നോക്കുകയാണെങ്കിൽ അവിടെ ഗ്രീൻ തന്നെയാണ് കാണിക്കുന്നത്. ഇടയ്ക്കൊന്ന് റെഡ് ചേഞ്ച് ആയെങ്കിലും അവിടെ സെല്ലിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. നമുക്ക് എക്സിറ്റ് ചെയ്യാം, തിരിച്ച് കയറുമ്പോൾ രണ്ടാമത് എൻട്രി എടുത്ത് വെച്ചാൽ മതി. അവിടെ റീ എൻട്രി ലെവൽ സോഫ്റ്റ്വെയർ അവിടെ തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അതേപോലെ BTCയുടെ നമുക്ക് ചാർട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡൗൺ മോർണിംഗിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ ബൈയിലേക്ക് കയറുന്നു. ബൈക്ക് വോളിയം ഇല്ല, ബ്രേക്ക് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, നമുക്ക് മോർണിംഗ് മേലെ കൊടുത്തിട്ടുണ്ട്. താഴെ സെക്കൻഡും തേർഡും പെൻഡിങ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇതുവരെ എടുക്കാത്തവർക്ക് റെസിസ്റ്റൻസ് കട്ട് ചെയ്ത പിന്നെ ഒരു ട്രേഡ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡൗൺ, ഇവിടെ താഴ്ത്തിറങ്ങിയിട്ടാണ് കൺഫർമേഷൻ തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഇവിടുന്ന് ഒരു എൻട്രി സ്കാൽപ്പിങ്ങിൽ പിടിക്കാമായിരുന്നു. ചെറിയ എൻട്രികൾ നമുക്ക് അവിടുന്ന് 5 മിനിറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കൺസോൾട്ടേഷൻ സ്റ്റേജ് ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ കൺഫർമേഷൻ വലിയ ടൈം ഫ്രെയിമിൽ കിട്ടാതിരുന്നത്. അപ്പോൾ അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ എടുത്തിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ഇവിടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നേരെ ഒരു ഡൗൺ ട്രേഡ് പോയിട്ടുണ്ട്, അവിടെ നമുക്ക് എടുക്കാമായിരുന്നു. നല്ലൊരു ഈസി ആയിട്ട് നമുക്ക് ഏത് ടൈം ഫ്രെയിം വെച്ചാലും കമ്പയർ ചെയ്താണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു എൻട്രിയും എക്സിറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. റിവേഴ്സിലും നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും, വോളിയം ഇല്ലെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ എല്ലാം സോഫ്റ്റ്വെയർ പറയുന്നുണ്ട്. അപ്പോൾ ഇതേത് മാർക്കറ്റും ഈ സ്ട്രാറ്റജി വെച്ച് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ.